ജൂൺ 22 നോളയിലെ വിശുദ്ധ പൗളീനൂസ് മെത്രാൻ. ജനനം 354 വർഷം ഫ്രാൻസിലെ ബോർഡക്സിൽ. മരണം 431 വർഷം ജൂൺ 22 ഇറ്റലിയിലെ നോളയിൽ. ഗോളിലെ പ്രീഫെക്റ്റും ധനാഢ്യനുമായ പോന്തിയൂസ് പൗളീനൂസിൻ്റെ മകനാണ് നിരവധി വിശുദ്ധന്മാരുടെ പ്രശംസയ്ക്ക് പാത്രമായിട്ടുള്ള വിശുദ്ധ പൗളീനൂസ്. വിശുദ്ധ ജെറോമും വിശുദ്ധ അഗസ്റ്റിനും പൗളീനൂസിനെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്പെയിനിൽ നിന്ന് തെരാസിയ എന്ന ക്രിസ്ത്യൻ വനിതയെ വിവാഹം കഴിച്ചു. അതിനുശേഷമാണ്, കൃത്യമായി പറഞ്ഞാൽ 385 അദ്ദേഹത്തിൻ്റെ ജ്ഞാനസ്നാനം. അവർക്ക് ഒരു കുട്ടിയുണ്ടായത് ശൈശവത്തിൽ തന്നെ മരിച്ചു. അനന്തരം അദ്ദേഹം സ്പെയിനിൽ ബാർസലോണയിൽ പോയി കുറേ നാൾ താമസിച്ച ശേഷം വൈദികനായി. തെരാസിയ അവൾക്കുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് മഠത്തിൽ ചേർന്നു. പൗളീനൂസ് കുറേ നാൾ വിശുദ്ധ അംബ്രോസിൻ്റെ കൂടെ മിലാനിൽ താമസിച്ച ശേഷം നോളയിൽ സന്യാസിയായി താമസിച്ചു. ഫ്രാൻസിലും സ്പെയിനിലും ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ വിറ്റ് വിവേകപൂർവം നല്ല കാര്യങ്ങൾക്ക് ചെലവാക്കി. വിശുദ്ധ ജെറോം പറയുന്നത്, പാശ്ചാത്യ രാജ്യങ്ങളിലും പൗരസ്ത്യ രാജ്യങ്ങളിലും പൗളീനൂസിൻ്റെ സഹായം ലഭിച്ചിട്ടുള്ളവർ നിരവധിയാണെന്നത്രേ. നോളയിൽ വിശുദ്ധ ഫെലിക്സിൻ്റെ നാമധേയത്തിൽ ഒരു പള്ളി അദ്ദേഹം പണിതീർത്തു. ഒരാശുപത്രിയും സ്ഥാപിച്ചു. 409 സ്ഥലത്തെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആഫ്രിക്കയിലെ വാൻഡൽസ് കമ്പാനിയ ആക്രമിച്ച് പലരെയും അടിമകളായി വിൽക്കാൻ തുടങ്ങിയപ്പോൾ പൗളീനൂസ് തൻ്റെ ജനങ്ങളുടെ സഹായത്തിനെത്തി. ഒരു വിധവയുടെ മകനെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ പൗളീനൂസ് മെത്രാൻ തന്നെ ആഫ്രിക്കയിൽ വാൻഡൽ രാജാവിൻ്റെ മരുമകൻ്റെ അടിമയായി പോയി. നോളയിലെ മെത്രാനാണ് അടിമയെന്ന് മനസ്സിലാക്കിയപ്പോൾ രാജകുമാരൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രജകളെയും സ്വതന്ത്രരാക്കി. ആ കാലഘട്ടത്തിലെ ഏറ്റവും സംസ്കാരമുള്ളവനായിരുന്ന അദ്ദേഹം ശാസ്ത്രീയമായ അറിവിലും സഭാത്മക രചനകളിലും കവിതകളിലും കീർത്തിമാനായിരുന്നു. പൈശാചിക ശക്തികളിൽ അത്ഭുതകരമായ ശക്തിയുള്ളവനുമായിരുന്നു. പൗളീനൂസ് മെത്രാനെ അറിയുന്നവർ പറയുന്നത്, അദ്ദേഹം മോശയെപ്പോലെ ശാന്തനും അഹറോനെപ്പോലെ വൈദിക സദൃശനും പത്രോസിനെ പോലെ പ്രേക്ഷിത തീഷ്ണതയുള്ളവനും യോഹന്നാനെ പോലെ സ്നേഹമുള്ളവനും തോമസ് അപ്പസ്തോലനെ പോലെ സൂക്ഷ്മമുള്ളവനും സ്റ്റീഫനെ പോലെ ക്രാന്തദർശിയും അപ്പോളോയെ പോലെ തീഷ്ണതയുള്ളവനുമെന്നാണ്. 77 വയസ്സിൽ അദ്ദേഹം നിര്യാതനായി. വചനം റോമ 13-7 ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരമർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. വിചിന്തനം. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കമ്പാനിയായിൽ പോയി ദേവദാസനായ പൗലൂസിനെ കണ്ടുപഠിക്കുക. ക്രിസ്തുവിൻ്റെ നുകം വഹിക്കാനും ലോകത്തിൻ്റെ ആർഭാടങ്ങൾ പരിത്യജിക്കാനും എന്തുമാത്രം എളിമയും ഔദാര്യവുമാണ് അദ്ദേഹം പ്രകാശിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സേവനത്തിൽ അദ്ദേഹത്തിന് എന്തൊരാനന്ദം!